നമസ്കാരം. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പാടിയത്. ഇന്നങ്ങനെ പറഞ്ഞാൽ അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമെന്ന് വിമർശനമുയർന്നേക്കാം. എന്നാൽ കാമിനിയെയും കനകത്തെയും കലഹഹേതുവാക്കി തള്ളിക്കളയാൻ വരട്ടെ. ലോകത്തെ സ്വർണ്ണഖനികളാണ് ഇന്ത്യൻ സ്ത്രീകൾ. അവരുടെ സ്വർണ്ണശേഖരത്തിലുള്ളത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപമാണ്. സ്വർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു അത്ഭുതമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ. വിവാഹം പോലുള്ള ആഘോഷങ്ങളിലാണ് സ്വർണം കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ പല ചടങ്ങുകളിലും സ്വർണം സമ്മാനമായി നൽകാറുണ്ട്. സ്വർണം ധരിക്കാത്ത ഇന്ത്യൻ സ്ത്രീകളും വളരെ കുറവായിരിക്കും. പതിവായി സ്വർണം അണിയുന്നവരാണ് കൂടുതൽ സ്ത്രീകളും. ഇന്ത്യൻ സ്ത്രീകൾക്ക് മൊത്തത്തിൽ എത്ര സ്വർണമുണ്ടെന്നറിയാമോ? കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. സ്വർണ്ണ ഉടമസ്ഥതയിൽ ആഗോള നേതാവായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സ്ത്രീകളുടെ കയ്യിൽ ഏകദേശം 24,000 ടൺ സ്വർണമാണുള്ളത്. ആഭരണത്തിന്റെ രൂപത്തിലുള്ള ലോകത്തിന്റെ മൊത്തം സ്വർണ്ണശേഖരത്തിന്റെ 11% വരുമിത്. ലോകത്തെ 5 ശക്തരായ രാജ്യങ്ങളുടെ പക്കലുള്ളതിനേക്കാൾ കൂടുതലാണിതെന്ന് എടുത്തു പറയണം. കണക്കുകൾ പ്രകാരം US-ന്റെ പക്കലുള്ള സ്വർണ്ണശേഖരം 8,000 ടണ്ണാണ്. ജർമ്മനി ആണെങ്കിലോ 3,300 ടൺ. ഇറ്റലിയുടേത് 2,400 ടൺ. ഇനി റഷ്യയിലേക്ക് വന്നാലോ 1,900 ടൺ എന്നിങ്ങനെയാണ് സ്വർണ്ണശേഖരം ഉള്ളത്. ഈ രാജ്യങ്ങളുടെ സ്വർണ്ണശേഖരം ഒരുമിച്ച് ചേർത്താൽ പോലും ഇന്ത്യൻ സ്ത്രീകളുടെ പക്കലുള്ളതിന്റെ അടുത്തുപോലും വരില്ല എന്ന് പറയണം. ഓക്സ്ഫോർഡ് ഗോൾഡ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ 11% സ്വർണവും ഇന്ത്യൻ വീടുകളിലാണ് ഉള്ളത്. USA, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി എന്നിവിടങ്ങളിലുള്ള സ്വർണ്ണശേഖരം ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ പോലും ഇത്രയും ഉണ്ടാകില്ല. സ്വർണത്തെ വലിയ മൂല്യമുള്ള ഒരു കരുതൽ ധനമായിട്ടാണ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ കാണുന്നത്. പണ്ടുകാലം തൊട്ട് തന്നെ സ്വർണത്തിന്റെ പ്രാധാന്യം വളരെ ഉയരത്തിൽ തന്നെയാണ്. നിക്ഷേപത്തിൽ സ്വർണത്തിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. സ്വർണ്ണവില തുടർച്ചയായി ഉയരുന്നതും അതുപോലെ തന്നെ ഓഹരി കമ്പോളം ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാകുന്നതിനാലും സ്വർണ്ണ നിക്ഷേപം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണവില ഉയരുവാനുള്ള അല്ലെങ്കിൽ സ്വർണത്തിന്റെ ആവശ്യം വലിയ രീതിയിൽ ഉയരുവാനുള്ള ധാരാളം ഘടകങ്ങളുണ്ട്. അതിലൊന്നായി എടുത്തു പറയേണ്ടത് ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ സ്വർണത്തെ തങ്ങളുടെ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായി വാങ്ങി സൂക്ഷിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി കേന്ദ്ര ബാങ്കുകളെല്ലാം തന്നെ സ്വർണം വാങ്ങിക്കൂട്ടി എന്നത് എടുത്തു പറയണം. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ റിസർവ് ബാങ്കും നല്ല രീതിയിൽ തന്നെ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. നമ്മുടെ കേന്ദ്ര ബാങ്കിന്റെ സ്വർണ്ണശേഖരം ഏകദേശം 830 ടണ്ണാണ്. ഈ ജനുവരിയിൽ RBI വാങ്ങിയത് 9 ടൺ സ്വർണമാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ സ്വർണം പ്രിയപ്പെട്ട സ്വത്താണ്. അത് സമൃദ്ധിയുടെ പ്രതീകമായും സാമ്പത്തിക അനിശ്ചിതത്വത്തിലും ഒക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.